ഇമ്മ്യൂണൈസേഷൻ അല്ലെങ്കിൽ പ്രതിരോധ കുത്തിവയ്പ്പ് ഒരു വ്യക്തിയുടെ പ്രതിരോധ സംവിധാനത്തെ ഒരു പകർച്ചവ്യാധിയിൽ നിന്നും ശക്തിപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ്. കുട്ടികളിലെ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളും ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായി ജനിച്ച മുതൽ 16 വയസ്സ് വരെയാണ് വാക്സിനേഷൻ നടത്തുന്നത്. അതിനെ പറ്റിയാണ് ഈ വീഡിയോ. പ്രഗ്നൻ്റായ ഒരു സ്ത്രീ ഹെൽത്ത് സെൻ്ററിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ ആശാ വർക്കറോ JPHS വഴിയോ അമ്മയും കുഞ്ഞും ബുക്ക് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ തന്നെ കേരള ഗവൺമെൻറ് പ്രോട്ടോക്കോൾ അനുസരിച്ചുള്ള 3 വാക്സിനേഷനാണ് ജനിച്ചു വീഴുന്ന കുട്ടിക്ക് നമ്മൾ എടുക്കേണ്ടത്. ഒന്നാമതായി BCG വാക്സിൻ. ക്ഷയരോഗം അഥവാ ട്യൂബർക്ലോസിസിന് വേണ്ടി എടുക്കുന്ന വാക്സിനാണ് BCG വാക്സിൻ. ജനിച്ചു ഉടനെയുള്ള കുട്ടികളിൽ അഥവാ ഇമ്മ്യൂണിറ്റി വിഷയങ്ങൾ വരുന്ന കുട്ടികളിൽ 1 വർഷത്തിനുള്ളിലെങ്കിലും എടുത്തേക്കേണ്ട വാക്സിനാണ് BCG വാക്സിൻ. സ്കിന്നുകളുടെ താഴെയാണ് നമ്മൾ BCG വാക്സിൻ എടുക്കുക. അപ്പം ചെറിയ അൾസറുകളും പഴുപ്പുകളും വന്ന് സ്കാർ വരുന്നത് വളരെ നോർമലായിട്ടുള്ള കാര്യമാണ്. ഇനി അഥവാ സ്കാർ വന്നിട്ടില്ലെങ്കിലും അതും നോർമലായി കണക്കാക്കണം. രണ്ടാമതായി ഹെപ്പറ്റൈറ്റിസ് B വാക്സിനാണ് കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നത്. ജനിച്ച് 24 മണിക്കൂറിനുള്ളിൽ കൊടുത്തിരിക്കേണ്ട വാക്സിനാണ് ഹെപ്പറ്റൈറ്റിസ് B. ലിവർ ഡാമേജ് പോലുള്ള രോഗങ്ങൾ വരുന്നതാണ് ഹെപ്പറ്റൈറ്റിസ് B. അതുകൊണ്ട് രണ്ടാമതായി കൊടുത്തിരിക്കേണ്ട വാക്സിൻ ഹെപ്പറ്റൈറ്റിസ് B വാക്സിനാണ്. മൂന്നാമതായി പൾസ് പോളിയോ പദ്ധതി വഴി കൊടുക്കുന്ന വാക്സിനാണ് ഓറൽ പോളിയോ വാക്സിൻ. ജനിച്ച് 15 ദിവസത്തിനുള്ളിൽ കുട്ടികൾക്ക് കൊടുത്തിരിക്കേണ്ട വാക്സിനാണ് ഓറൽ പോളിയോ വാക്സിൻ. വാക്സിനേഷൻ എപ്പോഴും കുട്ടികളുടെ ഭാരത്തിനനുസരിച്ചാണ് കൊടുത്തു വരുന്നത്. 1.5 മാസത്തിൽ കൊടുക്കുന്ന മരുന്നുകൾ 5 എണ്ണമാണ്. ആദ്യത്തെ മരുന്നാണ് ഓറൽ പോളിയോ വാക്സിൻ, സെക്കൻഡ് ഡോസ്. അടുത്തതായി പെൻറ്റാവാലൻ്റ് വാക്സിൻ. 5 അസുഖങ്ങൾക്കാണ് നമ്മൾ കൊടുക്കുന്നത്: മംസ്, ഹെപ്പറ്റൈറ്റിസ്, ഹിമോഫീലിയ, മീസിൽസ്, ഹെപ്പറ്റൈറ്റിസ് B, റുബെല്ല. മൂന്നാമതായി ഇൻജെക്റ്റബിൾ പോളിയോ വാക്സിൻ. പിന്നെ കുട്ടികളിൽ വയറിളക്കം ഉണ്ടാക്കുന്ന വൈറസിനെതിരായി നമ്മൾ കൊടുക്കുന്നതാണ് റോട്ട വൈറസ് പോളിയോ. അഞ്ചാമതായി 2021 ഒക്ടോബറിൽ കേരള ഗവൺമെൻറ് പ്രാബല്യത്തിലാക്കിയ PCV വാക്സിൻ, ന്യൂമോകോക്കൽ കോൺജുഗേറ്റഡ് വാക്സിൻ. അത് നമ്മൾ 2.5 വയസ്സിന് കുട്ടികൾക്ക് കൊടുക്കുന്ന 4 വാക്സിനാണ് ഉള്ളത്. 1 ഓറൽ പോളിയോ വാക്സിൻ്റെ സെക്കൻഡ് ഡോസും, 2 റോട്ട വൈറസിൻ്റെ സെക്കൻഡ് ഡോസും, 3 പെൻറ്റാവാലൻ്റ് ഇഞ്ചക്ഷൻ്റെ രണ്ടാമത്തെ ഡോസും. ഇതോടൊപ്പം ശ്രദ്ധിക്കേണ്ടതാണ് കുട്ടികളുടെ പ്രായം. 1.5 മാസത്തിൽ നമ്മൾ OPVയുടെ 3ാമത്തെ ഡോസും പെൻറ്റാവിയുടെ 3ാമത്തെ ഡോസും RVVയുടെ 3ാമത്തെ ഡോസും അതിൻ്റെ കൂടെ PCV നമ്മൾ സെക്കൻഡ് ഡോസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതും കൂടി എടുക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് 3.5 മാസം. വാക്സിന് ശേഷം 3 ദിവസം വരെ കുട്ടികളിൽ വേദന, പനി തുടങ്ങിയവ നോർമലാണ്. അപ്പോൾ അടുത്തുള്ള ഹെൽത്ത് സെൻ്ററിൽ നിന്ന് പാരസിറ്റമോൾ ഡ്രോപ്സ് വെയിറ്റിനനുസരിച്ച് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം പ്രതിരോധത്തിൻ്റെ ഭാഗമാണ്. 9 തൊട്ട് 12 മാസത്തിൽ നമ്മൾ കൊടുക്കേണ്ട വാക്സിനുകളാണ് ആദ്യമായി വൈറ്റമിൻ എയുടെ ഡ്രോപ്സ്, രണ്ടാമതായി മീസിൽസ്, റുബെല്ല എന്നീ രോഗങ്ങൾക്കെതിരെയുള്ള MR വാക്സിൻ്റെ ആദ്യ ഡോസും, മൂന്നാമതായി നേരത്തെ നമ്മൾ കൊടുത്തിരുന്ന PCV വാക്സിൻ്റെ 3ാമത്തെ ഡോസും. 16 തൊട്ട് 24 മാസം വരെ പ്രായമുള്ള കുട്ടികളിൽ 5 തരം വാക്സിനുകളാണ് കൊടുക്കാനുള്ളത്. ആദ്യത്തേത് DPT വാക്സിൻ്റെ ബൂസ്റ്റർ ഡോസും, രണ്ടാമതായി വൈറ്റമിൻ A വാക്സിൻ്റെ സെക്കൻഡ് ഡോസും, മൂന്നാമതായി MR വാക്സിൻ്റെ സെക്കൻഡ് ഡോസും, അഞ്ചാമതായി ഓറൽ പോളിയോ വാക്സിൻ്റെ ബൂസ്റ്റർ ഡോസും, നാലാമതായി കൊതുക് പരത്തുന്ന ജാപ്പനീസ് എൻസെഫലൈറ്റിസ് എന്ന രോഗത്തിനെതിരെയുള്ള ആദ്യ ഡോസും. അവസാനമായി എടുത്ത DPT വാക്സിൻ്റെ സെക്കൻഡ് ഡോസ് 5 to 6 വയസ്സിനിടയിലാണ് എടുക്കേണ്ടത്. 10ാം വയസ്സിൽ ഏകദേശം 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുറിവുകളും വീഴ്ചകളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. അത് കാരണം നമ്മൾ TD വാക്സിനേഷൻ ആ ഒരു കാലയളവിലാണ് കൊടുക്കേണ്ടത്. കുട്ടികളുടെ ലാസ്റ്റ് വാക്സിനേഷൻ 16ാം വയസ്സിലാണ് എടുക്കേണ്ടത്. അത് TD വാക്സിനേഷൻ്റെ ബൂസ്റ്റർ ഡോസാണ് എടുക്കുന്നത്. TD വാക്സിനേഷൻ ഗർഭിണിയായിട്ടുള്ള സ്ത്രീകളിലും കൊടുക്കാറുണ്ട്. കേരള ഗവൺമെൻറ്റിൻ്റെ വാക്സിനേഷൻ ഷെഡ്യൂളാണ് ഈ പറഞ്ഞത്. വാക്സിനേഷൻ മാനുഷിക അവകാശമാണെന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങളുടെ കുട്ടികൾക്ക്